നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രാഷ്ട്രീയ സാഹചര്യങ്ങളും തിരഞ്ഞെടുപ്പ് കണക്കുകളും പരിശോധിക്കുമ്പോൾ ഡിവിഷനുകൾ വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നുണ്ടെന്നും ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ. ഇന്ത്യയിൽ വലിയൊരു ശതമാനം ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പുറത്തുവരുന്നില്ലെന്നും ദേശീയ മാധ്യമങ്ങൾ അത് വാർത്തയാക്കുന്നില്ലെന്നും വിമർശനം. തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ കട്ടപ്പനയിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഒരു വിഭാഗം രംഗത്ത്. KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന വിഭാഗം നഗരസഭാ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ജില്ലാ നേതൃത്വത്തിനെതിരെ രംഗത്തെത്തി. നഗരസഭയിൽ 20 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്താനും തീരുമാനം. കട്ടപ്പനയിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടങ്ങിയിട്ടില്ലെന്ന് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സ്ത്രീ സംവരണ മണ്ഡലങ്ങൾ പ്രഖ്യാപിച്ചതോടെ ഇടുക്കി ജില്ലാ ആസ്ഥാനം പൂർണ്ണമായും വനിതകളുടെ ഭരണകേന്ദ്രമായി മാറുമെന്ന് റിപ്പോർട്ട്. ജില്ലാ പഞ്ചായത്തും ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലും വാഴത്തോപ്പ് പഞ്ചായത്തിലും പ്രസിഡന്റ് സ്ഥാനം സ്ത്രീ സംവരണമായി മാറിയതോടെ ജില്ലാ ആസ്ഥാനം വനിതകളുടെ അധീനതയിലായി. രാജാക്കാട് പഞ്ചായത്ത് ആര് ഭരിച്ചാലും ഓഫീസ് വാടക കെട്ടിടത്തിൽ തന്നെ. തിരഞ്ഞെടുപ്പ് പൂർത്തിയായി അടുത്ത ഭരണസമിതി അധികാരമേറ്റെടുത്താലും രാജാക്കാട് പഞ്ചായത്ത് ഓഫീസ് ഉടനൊന്നും വാടക കെട്ടിടത്തിൽ നിന്ന് മാറ്റാനാവില്ലെന്നുറപ്പായി. 40 വർഷം മുമ്പ് ആരംഭിച്ച പഞ്ചായത്ത് ഓഫീസ് നിർമ്മാണം ഇതുവരെ പൂർത്തിയായിട്ടില്ല. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതോടെ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്ന ഒരു പ്രാഥമികാരോഗ്യ കേന്ദ്രത്തെ ചൊല്ലി വിവാദം പുകയുന്നു. വിവാദത്തിനിടയാക്കിയത് കോൺഗ്രസ് വാർഡിൽ സ്ഥിതി ചെയ്തിരുന്ന പ്രാഥമികാരോഗ്യ കേന്ദ്രം CPI വാർഡിലേക്ക് മാറ്റിയതിനെ തുടർന്ന് രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളുമായി പാർട്ടി പ്രവർത്തകരും രംഗത്ത്. വാർത്തകൾ വിശദമായി. തദ്ദേശ തിരഞ്ഞെടുപ്പിനൊരുങ്ങി കേരളം. ആദ്യം തിരഞ്ഞെടുപ്പ് വാർത്തകൾ. രാഷ്ട്രീയ സാഹചര്യങ്ങളും തിരഞ്ഞെടുപ്പ് കണക്കുകളും പരിശോധിക്കുമ്പോൾ ഡിവിഷനുകൾ വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നുണ്ടെന്നും ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ പറഞ്ഞു. ശബരിമല വിഷയം അടക്കമുള്ള പ്രശ്നങ്ങൾ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കുന്നതിൽ ഗവൺമെന്റിന്റെ പ്രത്യേക റോളൊന്നും ഉണ്ടായിട്ടില്ല. ഏറ്റവും നല്ല ആളെയാണ് ദേവസ്വം പ്രസിഡന്റ് ആക്കിയതെന്നും ശ്രേയാംസ് കുമാർ പറഞ്ഞു. മുന്നണി വിടുമോ എന്ന ചോദ്യം എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതുപോലെ ഈ ശബരിമല വിഷയം അടക്കമുള്ള പ്രശ്നങ്ങൾ ജൈവരാജ്യങ്ങളെ സ്വാധീനിക്കുമെന്നൊരു വിലയിരുത്തലുണ്ടോ പാർട്ടിയിൽ? ഇല്ല, അതിൽ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക റോളൊന്നും ഉണ്ടായിട്ടില്ല. അതിപ്പോൾ ഏറ്റവും നല്ല ആളെ പ്രസിഡന്റ് ആക്കിയില്ല. അതുപോലെ തന്നെ ഈ മുന്നണി വിടുമെന്നുള്ള ചർച്ചകളൊക്കെ ഇതെപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. കേരളത്തിൽ ക്രിസ്ത്യാനികളോടുള്ള സ്നേഹം എന്തുകൊണ്ടാണ് മറ്റു സംസ്ഥാനങ്ങളിൽ ഇല്ലാത്തതെന്നും മറ്റു സംസ്ഥാനങ്ങളിൽ ഒരു വർഷത്തിനുള്ളിൽ ക്രിസ്ത്യാനികൾക്കെതിരെ 555 ആക്രമണങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്നും RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ പറഞ്ഞു. ഇന്ത്യയിൽ വലിയൊരു ശതമാനം ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പുറത്തുവരുന്നില്ല. ദേശീയ മാധ്യമങ്ങൾ അത് വാർത്തയാക്കുന്നില്ല. ഈ വിഷയങ്ങളൊന്നും ജനങ്ങൾക്കിടയിൽ ചർച്ചയാകുന്നില്ല. ഇതിനു കാരണം ഓപ്പിയം കുത്തിവെച്ചിരിക്കുകയാണ്. യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളെ മാറ്റിത്തിരിച്ച് വൈകാരികമായ കാര്യങ്ങൾ മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ എന്നിവയിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണെന്നും MV ശ്രേയാംസ് കുമാർ ആരോപിച്ചു. ക്രിസ്ത്യാനികളുടെ സ്നേഹം എന്താ കേരളത്തിൽ പുറത്തില്ലാത്തത്? ഒരു വർഷത്തിൽ 555 ആക്രമണങ്ങൾക്കാണ് ക്രിസ്ത്യാനികൾക്കെതിരെ ഉണ്ടായത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ. ഇതെന്തേ കേരളത്തിലെ സ്നേഹം മറ്റുള്ള സംസ്ഥാനത്തില്ലാത്തത്? അപ്പൊ ഇതിലെന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു ആത്മാർത്ഥത എന്നവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇതൊക്കെ ഇതൊന്നും ജനങ്ങൾ മുമ്പിൽ ചർച്ചയാവുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്പിയം കുത്തിവെച്ചിരിക്കുകയാണ്. യഥാർത്ഥ പ്രശ്നങ്ങളൊന്നും ജനങ്ങളെ മാറ്റിതിരിച്ച് വൈകാരികമായ കാര്യങ്ങൾ മതത്തിൻ്റെ പേരിൽ ജനങ്ങളെ മനസ്സിനെ വിഘടിപ്പിച്ചുകൊണ്ട് ജാതിയുടെ പേരിൽ അതിലേക്ക് നീങ്ങുകയാണ്. അപ്പം ഇന്ത്യയിൽ നടക്കുന്ന വലിയൊരു ശതമാനം ആൾക്കാരും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിൻ്റെ കഥ പുറത്തു വരുന്നില്ല. ദേശീയ മാധ്യമങ്ങൾ വാർത്തയാക്കുന്നില്ല.
തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ കട്ടപ്പനയിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഒരു വിഭാഗം രംഗത്തെത്തി. KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന വിഭാഗം നഗരസഭാ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടാണ് ജില്ലാ നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയത്. നഗരസഭയിൽ 20 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുവാനും ഇവർ തീരുമാനിച്ചു. എന്നാൽ കട്ടപ്പനയിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടങ്ങിയിട്ടില്ലെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ പറഞ്ഞു. കട്ടപ്പന നഗരസഭാ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണ് KC വേണുഗോപാൽ വിഭാഗം രംഗത്തെത്തിയത്. കട്ടപ്പനയിൽ AI വിഭാഗങ്ങൾ സീറ്റ് വീതം വെച്ചെടുക്കുന്നു എന്നാണ് ഇവരുടെ ആരോപണം. KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവർ കഴിഞ്ഞ ദിവസം കട്ടപ്പനയിൽ യോഗം ചേർന്നിരുന്നു. അർഹമായ പ്രാതിനിധ്യം കിട്ടിയില്ലെങ്കിൽ 20 സീറ്റിൽ സ്ഥാനാർത്ഥികളെ നിർത്തുവാനാണ് ഇവരുടെ തീരുമാനം. പ്രാദേശിക തലത്തിൽ വാർഡ് കമ്മിറ്റികളുടെ അഭിപ്രായം അനുസരിച്ച് പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ജനപിന്തുണയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കണം എന്നാണ് പാർട്ടിയുടെ നയം. അതിന് വിരുദ്ധമായിട്ടാണ് ചില മേഖലകളിൽ നിന്നും ഈ വാർത്തകൾ വരുന്നത്. അതിന് അടിസ്ഥാനമില്ലാത്ത ആ വാർത്തകൾക്കപ്പുറം പ്രാദേശിക സമിതികൾ വിളിച്ചുകൂട്ടി ഈ അർഹതയുള്ള വാർഡ് തലത്തിൽ കമ്മിറ്റികളുടെ അഭിപ്രായങ്ങൾ ഉള്ള സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കണമെന്നും അതിന് പ്രാദേശിക തലത്തിൽ പ്രാദേശിക സമിതികൾ കൂടി ഇരുന്ന് ആലോചിക്കണം എന്നും ആണ് എനിക്കുള്ള അഭിപ്രായം. എന്നാൽ കട്ടപ്പനയിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ആരംഭിച്ചിട്ടില്ലെന്ന് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് തോമസ് മൈക്കിൾ പറഞ്ഞു. അടുത്ത ദിവസം കോർ കമ്മിറ്റി യോഗം ചേരും. കോൺഗ്രസിൽ ഭിന്നതയെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. കട്ടപ്പന നഗരസഭയിലെ കോൺഗ്രസ് പാർട്ടിയുടെ സീറ്റ് വിഭജനം സംബന്ധിച്ചുള്ള യാതൊരുവിധ ചർച്ചകളും നാളിതുവരെ വന്നിട്ടില്ല. പത്രങ്ങളിൽ തെറ്റായ ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അതിന് യാതൊരുവിധ അടിസ്ഥാനവും ഇല്ല എന്നറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. KPCCയുടെ നിർദ്ദേശപ്രകാരം ഓരോ മണ്ഡലത്തിലും കോർ കമ്മിറ്റികൾ രൂപീകരിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള കട്ടപ്പനയിലെ കോർ കമ്മിറ്റി രൂപീകരണം കഴിഞ്ഞിട്ടുള്ളൂ. 12-ാം തീയതി യോഗം ചേരാനായിട്ട് ഇന്നലെ തൊടുപുഴയിൽ നടന്ന ജില്ലാ UDF നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് സീറ്റ് ചർച്ചകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പാർട്ടിയുടെ ആലോചന 12-ാം തീയതി നടക്കുന്ന കോർ കമ്മിറ്റി യോഗത്തിലായിരിക്കും ആരംഭിക്കുന്നത്. AI ഗ്രൂപ്പുകൾക്ക് പുറമെ KC വേണുഗോപാൽ ഗ്രൂപ്പും കട്ടപ്പനയിൽ ഉദയം ചെയ്ത് നേതൃത്വത്തിന് വെല്ലുവിളിയാകും. എന്നാൽ വരും ദിവസങ്ങളിൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ത്രീ സംവരണ മണ്ഡലങ്ങൾ പ്രഖ്യാപിച്ചതോടെ ഇടുക്കി ജില്ലാ ആസ്ഥാനം പൂർണ്ണമായും വനിതകളുടെ ഭരണകേന്ദ്രമായി മാറും. ജില്ലാ പഞ്ചായത്തും ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തും വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തും പ്രസിഡന്റ് സ്ഥാനം സ്ത്രീ സംവരണമായി മാറിയതോടെയാണ് ജില്ലാ ആസ്ഥാനം വനിതകളുടെ അധീനതയിലായത്. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വനിതാ സംവരണ പട്ടിക നിലവിൽ വന്നതോടെ ഇടുക്കി ജില്ലാ ആസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകളിൽ സാരഥ്യം വഹിക്കുന്നത് സ്ത്രീകളാവും. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ജനറൽ വിഭാഗത്തിലായിരുന്നത് വനിതാ സംവരണമായി മാറും. ജില്ലാ ആസ്ഥാനത്തിന്റെ ഭാഗമായ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വനിതയുടെ കൈകളിലാണെങ്കിലും വീണ്ടും ഇത് വനിതാ സംവരണമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലാ ആസ്ഥാന പഞ്ചായത്തായ വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തും ഇനി ഭരിക്കാൻ പോകുന്നത് വനിതാ പ്രസിഡന്റാണ്. സ്ത്രീകൾ കഴിവ് തെളിയിച്ച പ്രഗത്ഭരായ സ്ത്രീകൾ അവരുടെ നേതൃത്വത്തിൽ നല്ല സംശുദ്ധമായ ഭരണത്തിലൂടെ മികവ് തെളിയിക്കുവാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ രാഷ്ട്രപതിയായിട്ട് വനിതയും ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയെയും ഒക്കെ അവരുടെ കഴിവുകൾ തെളിയിച്ച സ്ത്രീ രത്നങ്ങളാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന പോലെ മുൻകാലങ്ങളിൽ സ്ത്രീകൾ അടുക്കളയുടെ അകത്തങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നവരാണ് എങ്കിൽ ഇന്ന് കാലം മാറി. സ്ത്രീകൾ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ കേവലം പ്രഗത്ഭരായ വനിതകൾ അവരുടെ കഴിവുകൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത് ഏത് തലങ്ങളിലാണെങ്കിലും, വിദ്യാഭ്യാസ തലത്തിലാണെങ്കിലും കലാകായിക മേഖലകളിലാണെങ്കിലും സ്ത്രീകൾക്ക് ഉന്നതമായ മേഖലകളിൽ നല്ല രീതിയിൽ പ്രക്ഷോഭിക്കുവാൻ സാധിക്കും. ഇടുക്കി ജില്ലയിലെ ജില്ലാ ആസ്ഥാന മേഖലകളിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. സമീപ പഞ്ചായത്തുകളായ കഞ്ഞിക്കുഴി, മരിയാപുരം, അറക്കുളം പഞ്ചായത്തുകളും വനിതാ സംവരണമായതോടെ ഇടുക്കി ജില്ലാ ആസ്ഥാനത്തിന്റെ ഭരണം പൂർണ്ണമായും വളയിട്ട കൈകളിലാവും. ജില്ലയിൽ 24 പഞ്ചായത്തുകളും 3 ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുമാണ് വനിതാ സംവരണ വിഭാഗത്തിൽ വരുന്നത്. രാഷ്ട്രീയ സമവാക്യങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് അധികാരം നിലനിർത്താനായുള്ള ചേരിപോരുകളും രാഷ്ട്രീയ നാടകങ്ങളുമെല്ലാം അരങ്ങേറിയത് വനിതകൾ പഞ്ചായത്ത് പ്രസിഡന്റുമാരായുള്ള ഇടങ്ങളിലുമാണ്. ന്യൂസ് ബ്യൂറോ, മുരിക്കാശ്ശേരി.
രാജാക്കാട് പഞ്ചായത്ത് ആര് ഭരിച്ചാലും ഓഫീസ് വാടക കെട്ടിടത്തിൽ തന്നെ. തിരഞ്ഞെടുപ്പ് പൂർത്തിയായി അടുത്ത ഭരണസമിതി അധികാരം ഏറ്റെടുത്താലും രാജാക്കാട് പഞ്ചായത്ത് ഓഫീസ് ഉടനൊന്നും വാടക കെട്ടിടത്തിൽ നിന്ന് മാറ്റാനാവില്ലെന്ന് ഉറപ്പായി. 4 വർഷം മുമ്പ് ആരംഭിച്ച പഞ്ചായത്ത് ഓഫീസ് നിർമ്മാണം ഇതുവരെ പൂർത്തിയായിട്ടില്ല. 2019 സംസ്ഥാന ബജറ്റിൽ പഞ്ചായത്ത് ഓഫീസ് നിർമ്മാണത്തിന് 5 കോടി രൂപ പ്രഖ്യാപിച്ചെങ്കിലും ഫണ്ട് വകയിരുത്തിയില്ല. തുടർന്ന് ഭരണസമിതി നൽകിയ അപേക്ഷയെ തുടർന്നാണ് 2020-21 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 കോടി രൂപ അനുവദിച്ച് ഭരണാനുമതിയായത്. കരാർ നടപടികൾ പൂർത്തിയാക്കി നിലവിലുണ്ടായിരുന്ന ഓഫീസ് പൊളിച്ചു നീക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. എന്നാൽ പല കാരണങ്ങളാൽ നിർമ്മാണം വൈകി. പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് 5 കോടി രൂപ സംസ്ഥാന ഖജനാവിൽ നിന്ന് അനുവദിക്കുകയുണ്ടായി. 5 കോടി രൂപ അനുവദിച്ചതിൻ്റെ പുറകെ തന്നെ അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റി. അതെല്ലാം പൊളിച്ചു കളഞ്ഞിട്ട് 1 വർഷം കൊണ്ട് പണി തീർക്കുമെന്നാണ് അന്ന് കരുതിയിരുന്നത്. പ്രചരിപ്പിച്ചിരുന്നതും അങ്ങനെ തന്നെ. ആ 1 വർഷം എന്ന് പറഞ്ഞിട്ട് 25 ഇപ്പം 5 വർഷമാകും. 5 വർഷമായിട്ട് ഈ കെട്ടിടത്തിൻ്റെ പണി ഈ കാണുന്നതാണ്. ഫണ്ട് അനുവദിച്ചതാണ്. ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസും അനുബന്ധ ഓഫീസുകളും വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇത് പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരും കരാറുകാരനും സ്വകാര്യ കരാറുകാരനും തമ്മിലുള്ള ഒത്തുകളിയാണെന്ന് ആക്ഷേപം ജനങ്ങളുണ്ട്. കരാറുകാരൻ്റെ അനാസ്ഥയാണെങ്കിൽ ആ കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്തി നടപടി സ്വീകരിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാണ്. എൻ്റെ ഈ പുറയിൽ കാണുന്ന ഈ അസ്ഥികൂടം, ഈ കാലിൽ നിൽക്കുന്ന ഈ രാജാക്കാട് പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് കെട്ടിടമെന്നും പറഞ്ഞ് പണിതാണ്. ഇത് എന്ന് പണി തീരുന്നോ ഒന്നും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒന്നും ഒരു അറിവുമില്ല. ഇതിങ്ങനെ അനാഥപ്രേതമായിട്ട് കിടക്കുകയാണ്. പഞ്ചായത്ത് ഇപ്പോൾ വാടക കെട്ടിടത്തിലാണ് പഞ്ചായത്ത് കെട്ടിടം ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. 1-2 നിലകളിൽ ഓഫീസും അനുബന്ധ സൗകര്യങ്ങളും 3ാമത്തെ നിലയിൽ ഓഡിറ്റോറിയവും നിർമ്മിക്കാനാണ് സാങ്കേതികാനുമതി ലഭിച്ചിട്ടുള്ളത്. നിലവിൽ പോലീസ് സ്റ്റേഷന് സമീപത്തെ വാടക കെട്ടിടത്തിലാണ് പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, രാജകുമാരി. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതോടെ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്ന ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ ചൊല്ലി വിവാദം പുകയുകയാണ്. കോൺഗ്രസ് വാർഡിൽ സ്ഥിതി ചെയ്തിരുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രം CPI വാർഡിലേക്ക് മാറ്റിയതാണ് വിവാദത്തിന് വഴിമരുന്നിട്ടത്. ഇതോടുകൂടി രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളുമായി പാർട്ടി പ്രവർത്തകരും രംഗത്ത് വന്നു. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ് 3ാം വാർഡിലെ ചാറൽമേട്ടിലേക്ക് മാറ്റിയത്. 2, 3, 4 വാർഡുകളിലെ ജനങ്ങൾ ആശ്രയിച്ചിരുന്ന കൈലാസപ്പാറ സബ് സെന്ററാണ് പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും സഹകരണത്തിൽ പുതുതായി നിർമ്മാണം പുരോഗമിക്കുന്നത്. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് 27 ലക്ഷം രൂപയും ആരോഗ്യവകുപ്പ് 54 ലക്ഷം രൂപയും മുടക്കി 81 ലക്ഷം രൂപയ്ക്കാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. CPI മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സുരേഷ് പള്ളിയാടിയുടെ വാർഡിലാണ് പുതിയ കെട്ടിടം വരുന്നത്. ഇതോടുകൂടിയാണ് രാഷ്ട്രീയ വിവാദത്തിന് തുടക്കമായതും. മൈനർ സിറ്റിയിൽ ആരംഭിക്കുന്ന ആശുപത്രിയുടെ സേവനം 2, 4 വാർഡുകളിലെ ജനങ്ങൾക്ക് ലഭിക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് പ്രവർത്തകരടക്കം രംഗത്ത് വന്നിട്ടുള്ളത്. പഴയ 2ാം വാർഡ് മഞ്ഞപ്പെട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സബ് സെന്റർ ഇപ്പോൾ അവിടുന്ന് മാറ്റിയാണ്ട് 4ഓളം വാർഡിലെ ജനങ്ങൾക്ക് ഗുരുതരമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്ഥാപനം ഇപ്പോൾ നെടുങ്കണ്ടം പഞ്ചായത്തിന്റെ പഴയ 3ാം വാർഡ് ഇപ്പോഴത്തെ പുതിയ 2ാം വാർഡിലേക്ക് മാറ്റി സ്ഥാപിച്ചിരിക്കുകയാണ്. അത് വന്നതിൽ ഭാരതീയ ജനതാ പാർട്ടി വളരെ ആത്മാർത്ഥമായി തന്നെ അതിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അതിനോടൊപ്പം തന്നെ നിലവിൽ മഞ്ഞപ്പെട്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സബ് സെന്റർ ഇങ്ങോട്ട് മാറ്റി സ്ഥാപിച്ചത് CPIയുടെ വാർഡ് മെമ്പറായിട്ടുള്ള പഴയ 3ാം വാർഡും ഇപ്പോഴത്തെ 2ാം വാർഡിൽ ഉള്ള ശ്രീ സുരേഷ് പള്ളിയാടി CPIയുടെ മണ്ഡലം സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന്റെ ചില കൂടുതൽ ലക്ഷ്യങ്ങളുടെ ഫലമായിട്ടാണ് ഈ സ്ഥാപനം ഇപ്പം ചാർലമെട്ടിലേക്ക് പറിച്ചു നട്ടിട്ടുള്ളത്. ഇതേസമയം പുതിയ ആശുപത്രിയെ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും മഞ്ഞപ്പെട്ടിയിൽ നിലവിൽ പ്രവർത്തിക്കുന്ന ആശുപത്രി അവിടെ തന്നെ നിലനിർത്തണമെന്ന ആവശ്യമാണ് BJP ഉയർത്തുന്നത്. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ പാസ്സാക്കി ഇതിവിടെ സാധിച്ചു. 81 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് ഇതിവിടെ പണിതിരിക്കുന്നത്. ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒട്ടനവധി പുരോഗതിയും ആശ്വാസവും ഏകുന്ന പദ്ധതിയാണ് ഈ ആശുപത്രി. അതുമാത്രമല്ല, 3ാം വാർഡിലെ മുഴുവൻ പോക്കറ്റ് റോഡുകളും കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമായി ജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട്. 2 കുടിവെള്ള പദ്ധതി, ഒന്ന് ഉമ്മാക്കിടയ്ക്കും ഒന്ന് ചാറലും വേണ്ടും. അത് 5 ലക്ഷം. ആശുപത്രി എന്നത്തേക്ക് തുറക്കാനാവും? ആശുപത്രിയുടെ വയറിങ്ങും പെയിന്റിങ്ങും കഴിഞ്ഞാൽ അത് ഉദ്ഘാടനത്തിലേക്ക് കിടക്കും. അത് ഈ ഭരണസമിതിയുടെ കാലാവധി തീരുന്നതിനപ്പുറം അത് പ്രതീക്ഷിക്കാൻ വകയില്ല.
എന്നാൽ ചാറൽമേട്ടിലെ ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമാകും ആശുപത്രി എന്നാണ് LDF പ്രവർത്തകർ പറയുന്നത്. മഞ്ഞപ്പെട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന സേവന കേന്ദ്രം ചാരൽമേടിലേക്ക് മാറാൻ പോകുന്നതാണ് മനസ്സിലാകുന്നത്. പക്ഷേ അത് മഞ്ഞപ്പെട്ടിയിലെ അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകൾ അവിടെ നിന്ന് മാറാതിരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ടതായിരുന്നു. കൂടാതെ തന്നെ ഇപ്പോൾ പഴയ 3-ാം വാർഡ് ചാരൽമേട്, ഞാൻ ആ ചാരൽമേട് വാർഡിൻ്റെ കൺവീനറൊക്കെ ആയിരുന്നു. മിക്ക ഗ്രാമസഭകളിലും ഇവിടുത്തെ വാർഡ് മെമ്പർ എന്നെ വിളിച്ചറിയിക്കാറുണ്ട്. ഞാൻ അവിടെ പോയി കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടാറുമുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ഒക്കെ ഭേദമന്യേ പൊതുജനങ്ങളെയും പൊതുപ്രവർത്തകരെയും ഒരേപോലെ കണ്ടുകൊണ്ട് ഞങ്ങളെയൊക്കെ സഹകരിപ്പിക്കുമായിരുന്നു. എന്തായാലും അതിൻ്റെ ഭാഗമായി ഇപ്പം മഞ്ഞപ്പെട്ടിയിലേക്ക് ആ പ്രാഥമിക കേന്ദ്രം മാറിയിരിക്കുകയാണ്. ഇതേസമയം യാതൊരുവിധ കൂടിയാലോചനകളുമില്ലാതെയാണ് ആശുപത്രി മാറ്റിയതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. എന്താണെങ്കിലും ഇത്തവണത്തെ ഇലക്ഷനിൽ ഈ വിഷയം ചർച്ചയാകുമെന്ന് തന്നെയാണ് സൂചന. ന്യൂസ് ബ്യൂറോ, രാജകുമാരി. ഡൽഹിയിൽ നടന്ന സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തുടനീളം സുരക്ഷാ നടപടികൾ ശക്തമാക്കിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയിൽ പോലീസ്, ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ് തുടങ്ങിയ വിഭാഗങ്ങൾ സംയുക്തമായി പരിശോധനകൾ ആരംഭിച്ചു. തൊടുപുഴ നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പരിശോധന നടത്തി. ഡൽഹിയിൽ നടന്ന സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേരളത്തിലുടനീളം സുരക്ഷാ നടപടികൾ പോലീസ് ശക്തമാക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് തൊടുപുഴയിലെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്തിയത്. തൊടുപുഴ നഗരമധ്യത്തിലെ ബസ് സ്റ്റാൻഡ്, വ്യാപാര സ്ഥാപനങ്ങൾ, പാർക്കിംഗ് മേഖലകൾ, പൊതുസ്ഥലങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലാണ് പ്രധാനമായും പരിശോധന നടന്നത്. സംശയാസ്പദമായ ബാഗുകൾ, ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങൾ, പരിചയമില്ലാത്തവരുടെ സഞ്ചാരം തുടങ്ങിയ പോലീസ് പ്രത്യേകം നിരീക്ഷിച്ചു. ജനങ്ങളിൽ ഭീതി ഉണ്ടാക്കാതെ സുരക്ഷ ഉറപ്പാക്കുകയെന്നാണ് പരിശോധനയുടെ ലക്ഷ്യമെന്ന് പോലീസ് അധികൃതർ അറിയിച്ചു. ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ സേനയെ വിന്യസിക്കാനും തീരുമാനമുണ്ട്. സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങളിലും തിരക്കേറിയ കേന്ദ്രങ്ങളിലും സമാനമായ പരിശോധനകൾ തുടരുമെന്ന് പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കി. പൊതുജനങ്ങൾ സംശയാസ്പദമായ ഏതെങ്കിലും വസ്തുക്കളോ സംഭവങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ സമീപത്തെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ശബരിമല മണ്ഡലകാലത്തോടനുബന്ധിച്ച് തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന തീർത്ഥാടകർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ഇടുക്കി തേനി അന്തർ സംസ്ഥാന യോഗം ചേർന്നു. ഇടുക്കി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട്, തേനി കളക്ടർ രഞ്ജിത്ത് സിംഗ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കുമളിയിൽ യോഗം ചേർന്നത്. തേക്കടി ബാംബു ഗ്രൂ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ ജില്ലയിലെ വിവിധ വകുപ്പ് മേധാവികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. വിവിധ വകുപ്പുകളിലെയും പഞ്ചായത്തുകളിലെയും നേതൃത്വത്തിൽ ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ യോഗത്തിൽ വിലയിരുത്തി. മോട്ടോർ വാഹന വകുപ്പിന്റെയും എക്സൈസ് വകുപ്പിന്റെയും സ്ക്വാഡുകളുടെ പരിശോധന കർശനമാക്കാനും ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ 3 സ്ഥലങ്ങളിൽ ആംബുലൻസ് ഉൾപ്പെടെ അത്യാഹിത വിഭാഗവും വണ്ടിപ്പെരിയാർ, കുമളി എന്നിവിടങ്ങളിൽ OP വിഭാഗത്തിന്റെ സേവനവും ഒരുക്കുവാനും യോഗത്തിൽ തീരുമാനമായി. കഴിഞ്ഞ വർഷത്തെ പോലെ ഇക്കൊല്ലവും ശബരിമല തീർത്ഥാടനത്തിനെത്തുന്ന ഭക്തജനങ്ങളുടെ സുരക്ഷയ്ക്കായുള്ള പ്രവർത്തനങ്ങൾ തമിഴ്നാട്, കേരള സർക്കാരിന്റെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുമെന്നും ഇതിനായി ഇരു സംസ്ഥാനങ്ങളിലും കൺട്രോൾ റൂമുകൾ തുറക്കുമെന്നും അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി ഡ്രൈവർമാർക്ക് വേണ്ട ബോധവൽക്കരണം നൽകുന്നതിനായി ലഘുലേഖകൾ നൽകുന്നതിനും ഈ വർഷം തിരക്ക് കൂടുന്ന സാഹചര്യത്തിൽ ആവശ്യമെങ്കിൽ മാത്രം ബൈ റൂട്ട് സംവിധാനം ഏർപ്പെടുത്തുമെന്നും കളക്ടർ അറിയിച്ചു. ഭക്തർക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ അവരുടെ ഈ ശബരിമല ദർശനം വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ചുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും നമ്മൾ വിലയിരുത്തി. അതിൽ നമ്മുടെ ട്രാഫിക് അറേഞ്ച്മെൻറ്റ്സ് തൊട്ട് പോലീസിൻ്റെ സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സ്, അതുപോലെ തന്നെ വനംവകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കാനനപാതയിലൂടെ സഞ്ചാരം, മറ്റു കാര്യങ്ങളും ചർച്ച ചെയ്തു. അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും പ്രതിനിധികൾ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. എന്തെങ്കിലും ഇടയിൽ വളരെ കൂടുതലായിട്ട് ഭക്തർ എത്തുന്ന ഒരു സാഹചര്യവും ട്രാഫിക്കിനോ അല്ലെങ്കിൽ മറ്റു ഉണ്ടാവുമെന്നെങ്കിൽ ഒരു എമർജൻസി ആയിട്ട് സ്വീകരിക്കേണ്ട പിന്നെ ചില നടപടികളും കൂടി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് മകരവിളക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാലയളവിൽ കൂടുതലായിട്ട് പിന്നെ ഭക്തരെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നമ്മൾ ക്രമാതീതമായിട്ട് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നതിൽ അതിനുള്ള ട്രാഫിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളും ഇന്ന് ചർച്ച ചെയ്ത് അപ്രകാരം തന്നെ ചിലപ്പോൾ ഒരു 1 വേ ട്രാഫിക് ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് നമ്മൾ പിന്നെ ക്രമീകരിക്കേണ്ടി വരും. കമ്പം മുതൽ കുമളി വരെയുള്ള റൂട്ടിൽ പ്രത്യേകം പട്രോളിംഗ് ടീമിനെ നിയോഗിച്ചതായും പ്രധാന പോയിന്റുകളിൽ ഡോക്ടർ അടങ്ങിയ മെഡിക്കൽ ടീമിനെയും ആംബുലൻസുകളും സജ്ജീകരിക്കുമെന്നും ഡ്രൈവർമാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുമെന്നും തേനി കളക്ടർ രഞ്ജിത്ത് സിംഗ് അറിയിച്ചു.
டிராஃபிக் மேனேஜ்மெண்ட்டுக்காக நம்ம அந்த மாதிரி ஏதோ இஷ்யூ இருக்கா நல்லா எலாபரேட்டாக டிஸ்கஸ் பண்ணிவிட்டு அதுக்கான அரேஞ்ச்மெண்ட்ஸ் பண்ண போகிறோம். சில பேருக்கு இந்த மாதிரி வரும்போது அந்த முன்னாடி தெரிஞ்சுக்கணும். பக்கத்தில் ரொம்ப தூரத்துலேருந்து வருவாங்க. இன்கேஸ் ஏதோ டைவர்ஷன் இருக்கா முன்கூடி அவங்ககிட்ட சொல்ல வேண்டி இருக்குது. ஸோ அதுக்கான ஏதோ இன்ஃபர்மேஷன் கொடுக்கணும் முன்கூடியே நம்ம எல்லாருக்கும் ப்ரெஸ் ரிலீஸ் மூலமாக இல்லைன்னா கண்டிப்பாக அவங்களுக்கு தகவல் சொல்ல போகிறோம். அதுக்கான நம்ம வாட்ஸ்அப் குரூப் எல்லாம் க்ரியேட் பண்ணியிருக்கோம். அடிக்கடி இந்த இதில் கன்ஜெஷன் டிராஃபிக் கன்ஜெஷனில் பார்த்துட்டு இந்த மழை சீசன் இருக்கிறதால கண்டிப்பாக அந்த கன்ஜெஷன் இருக்கிறதுக்கு வாய்ப்பு இருக்குது. ഇടുക്കി ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു തേനി, ADSP പി കലൈ കതിരവൻ, ഇടുക്കി സബ് കളക്ടർ അനൂപ് ഗാർഗ്, പെരിയാർ ടൈഗർ റിസർവ് ഡെപ്യൂട്ടി ഡയറക്ടർ PU സാജു, അസിസ്റ്റന്റ് ഫീൽഡ് ഡയറക്ടർ R ലക്ഷ്മി, വിവിധ വകുപ്പുതല മേധാവികൾ, ഉദ്യോഗസ്ഥന്മാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കുമളി. കാൽനട യാത്രക്കാരനായ വയോധികനെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം നിർത്താതെ പോയ വാഹനം ശാന്തമ്പാറ പോലീസ് കണ്ടെത്തി. ഡ്രൈവറെ അറസ്റ്റ് ചെയ്തു. സൂര്യനെല്ലി ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ ഡ്രൈവറായ സൂര്യനെല്ലി പാപ്പാത്തിച്ചോല നിവേദ് കുമാറാണ് അറസ്റ്റിലായത്. ഒക്ടോബർ 13 രാത്രി 7 മണിക്കാണ് കാൽനടയാത്രക്കാരനായ സൂര്യനെല്ലി സുബ്രഹ്മണ്യൻ കോളനിയിൽ പത്രോസിനെ സൂര്യനെല്ലിക്കും ചിന്നക്കനാലിനും ഇടയിൽ റോഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വാഹനമിടിച്ചാണ് പത്രോസ് മരിച്ചതെന്ന് വ്യക്തമായതിനെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മഴ ഉണ്ടായിരുന്നതിനാലും രാത്രിയായതിനാലും ദൃക്സാക്ഷികളോ CCTV ദൃശ്യങ്ങളോ ലഭിച്ചിരുന്നില്ല. മറ്റു സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് നിവേദ് കുമാർ ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷ ഇടിച്ചാണ് പത്രോസ് മരിച്ചതെന്ന് കണ്ടെത്തിയത്. ശാന്തമ്പാറ CI S ശരത്ലാൽ, SI KH ഹാഷിം, സിവിൽ പോലീസ് ഓഫീസർമാരായ V ജയകൃഷ്ണൻ, M മഹേഷ്, ജിബിൻ തോമസ് എന്നിവർ ഉൾപ്പെട്ട അന്വേഷണ സംഘമാണ് വാഹനം കണ്ടെത്തി പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ രാജകുമാരി. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ മേൽനോട്ട സമിതിയുടെ പരിശോധന. ദേശീയ അണക്കെട്ട് സുരക്ഷാ അതോറിറ്റി ചെയർമാൻ അനിൽ ജെയിൻ അധ്യക്ഷനായി നിയമിച്ച 7-അംഗ നിരീക്ഷണ സമിതിയാണ് പരിശോധനകൾ നടത്തുന്നത്. തേക്കടി ബോട്ട് ലാറ്റിംഗിലെത്തിയ സംഘം ബോട്ട് മാർഗം ഡാമിലെത്തി വിവിധ പരിശോധനകൾ ആരംഭിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ സംബന്ധിച്ച സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് കേന്ദ്ര സർക്കാരിന്റെ ദേശീയ അണക്കെട്ട് സുരക്ഷാ അതോറിറ്റി ചെയർമാൻ അനിൽ ജെയിൻ അധ്യക്ഷനായി നിയമിച്ച 7-അംഗ നിരീക്ഷണ സമിതിയാണ് പരിശോധന നടത്തുന്നത്. തമിഴ്നാട് പ്രതിനിധികളായ ജലവിഭവ അഡീഷണൽ ചീഫ് സെക്രട്ടറി J ജയകാന്തൻ, കേരള പ്രതിനിധികളായ ജലവിഭവ അഡീഷണൽ ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് സിൻഹ, ജലസേചന വകുപ്പ് ചീഫ് എഞ്ചിനീയർ R പ്രിയേഷ്, ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ ഗവേഷകൻ ആനന്ദ് രാമസ്വാമി, ഡൽഹിയിലെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അംഗം രാകേഷ് ടൊറ്റേജ, കാവേരി ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ സുബ്രഹ്മണ്യൻ എന്നിവരും സംഘത്തിൽ ഉൾപ്പെടുന്നു. തേക്കടി ബോട്ട് ലാൻഡിംഗിൽ നിന്നും ബോട്ട് മാർഗം അണക്കെട്ടിലേക്ക് പോയ സംഘം പ്രധാന അണക്കെട്ട്, ബേബി ഡാം, സ്പിൽവേ, ഗാലറികൾ എന്നിവ പരിശോധിച്ചു. തുടർന്ന് മധുരയിൽ യോഗം ചേർന്ന സ്ഥിതിഗതികൾ വിലയിരുത്തുവാനാണ് തീരുമാനം. കഴിഞ്ഞ മാർച്ച് 22-നായിരുന്നു സമിതി മുൻപ് ഡാമിൽ പരിശോധന നടത്തിയത്. 134.80 അടിയാണ് നിലവിൽ അണക്കെട്ടിലെ ജലനിരപ്പ്. ന്യൂസ് ബ്യൂറോ കുമളി. അടിമാലി ലക്ഷംവീട് നഗറിലുണ്ടായ മണ്ണിടിച്ചിലിൽ നിന്ന് കൂടുതൽ മനുഷ്യജീവനുകൾ രക്ഷിക്കുവാൻ സാധിച്ചതിന് പിന്നിൽ പോലീസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും അവസരോചിതമായ റിപ്പോർട്ടുകൾ. പോലീസ് ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ചതുമൂലം വലിയ ദുരന്തമാണ് ഒഴിവായത്. ജില്ലാ പോലീസ് മേധാവി KM സാബു ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിലെ അസിസ്റ്റന്റ് SI TC ഷിജുവിന് പ്രശംസാപത്രം നൽകി. പോലീസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും അവസരോചിതമായ റിപ്പോർട്ടുകൾ അടിമാലി ലക്ഷംവീട് നഗറിലുണ്ടായ മണ്ണിടിച്ചിലിൽ നിന്ന് കൂടുതൽ മനുഷ്യജീവനുകൾ രക്ഷിക്കുവാൻ സാധിച്ചു. ഒക്ടോബർ 24 വെള്ളിയാഴ്ച വൈകിട്ടാണ് ലക്ഷംവീട് നഗറിന് പിന്നിലെ വലിയമല ദേശീയപാതയിലേക്ക് ഇടിഞ്ഞു വീണത്. എന്നാൽ മണ്ണിടിഞ്ഞാലും റോഡിന് താഴെയുള്ള നഗറിലേക്ക് മണ്ണ് പോകില്ല എന്നായിരുന്നു റവന്യൂ വകുപ്പിന്റെയും പഞ്ചായത്ത് അധികൃതരുടെയും വിലയിരുത്തൽ. ഇതിനാൽ നഗറിലുള്ള ആളുകളെ ഒഴിപ്പിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചിരുന്നില്ല. എന്നാൽ പോലീസിന്റെ ഇന്റലിജൻസ്
ഇന്റലിജൻസ് SI KC ബിജുമോനും ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിലെ അസിസ്റ്റന്റ് SI TC ഷിജുവും വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് തന്നെ തങ്ങൾക്ക് ബോധ്യപ്പെട്ട വിവരം റിപ്പോർട്ടായി നൽകി. വലിയ മല ഇനിയും ഏതു നിമിഷവും ഇടിയാമെന്നും അങ്ങനെ സംഭവിച്ചാൽ ലക്ഷം വീട് നഗറിലെ 49 വീടുകളിൽ 16 വീടുകൾക്ക് വലിയ അപകടം ഉണ്ടാകുമെന്നായിരുന്നു റിപ്പോർട്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വെള്ളിയാഴ്ച രാത്രി തന്നെ പോലീസിന്റെ ഇന്റലിജൻസ് ആസ്ഥാനത്ത് നിന്ന് ജില്ലാ കളക്ടർക്ക് സന്ദേശമെത്തി. രാത്രി തന്നെ റവന്യൂ വകുപ്പ് ലക്ഷം വീട് നഗറിലെ 16 വീട്ടുകാർക്ക് ക്യാമ്പിലേക്ക് മാറണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകി. എന്നാൽ അവർ അവിടെ നിന്ന് മാറുവാൻ തയ്യാറായില്ല. ഒടുവിൽ പോലീസിന്റെ കർശനമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നഗറിലെ 16 കുടുംബങ്ങളിലെ അവസാനത്തെ കുടുംബാംഗങ്ങളെയും അവിടെ നിന്നും മാറ്റുവാൻ കഴിഞ്ഞത്. പലരെയും ബലം പ്രയോഗിച്ചാണ് ക്യാമ്പിലെത്തിച്ചത്. എല്ലാവരെയും അവിടെ നിന്നും നീക്കി 3 മണിക്കൂറിനുള്ളിൽ വലിയ മണ്ണിടിച്ചിലുണ്ടായി. ദുരന്തത്തിൽ മരിച്ച ബിജു വീണ്ടും രാത്രി തന്നെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയതാണ് ദുരന്തത്തിൽപ്പെടുവാൻ കാരണമായത്. പോലീസ് ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ വലിയ ദുരന്തമുണ്ടാകുമായിരുന്നു. ജില്ലാ പോലീസ് മേധാവി KM സാബു ശനിയാഴ്ച അസിസ്റ്റന്റ് SI ഷിജുവിന് പ്രശംസാപത്രം നൽകി. മണ്ണിടിഞ്ഞ ഭാഗത്ത് കഴിഞ്ഞ ദിവസം ഒറ്റവരി ഗതാഗതത്തിന് അനുമതി നൽകിയെങ്കിലും ഇനിയും മണ്ണിടിച്ചിൽ ഉണ്ടാകാമെന്നാണ് പോലീസിന്റെ രഹസ്യാന്വേഷണ റിപ്പോർട്ട്. ന്യൂസ് ബ്യൂറോ, അടിമാലി. രാഷ്ട്രീയ ജനതാദൾ ഇടുക്കി ജില്ലാ കൺവെൻഷൻ അടിമാലി സോഹാർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ്കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. രാഷ്ട്രീയ ജനതാദൾ ഇടുക്കി ജില്ലാ കൺവെൻഷൻ അടിമാലി സോഹാർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ജില്ലാ പ്രസിഡന്റ് കോയാമ്പാട്ട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ രാഷ്ട്രീയ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റായ MV ശ്രേയാംസ്കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പെൻഷൻ 2000 രൂപയാക്കി. ഒരു കാലത്ത് 600 രൂപയായിരുന്നു പെൻഷൻ. അതൊക്കെ വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന ഒന്നാണ്. പക്ഷേ എന്നിരുന്നാലും സാധാരണക്കാർക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ അവരോട് നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അതൊരു ആരോഗ്യ മേഖല. അങ്ങനെ ഓരോ മേഖല എടുത്ത് പരിശോധിച്ച് വ്യവസായം, ആരോഗ്യം, വിദ്യാഭ്യാസം, അതുപോലെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ മുന്നിട്ട് നിൽക്കുന്നത് മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ. അത് പ്രത്യേകിച്ച് പല പഞ്ചായത്തുകൾക്ക് വലിയ പങ്കുള്ളൊരു മേഖലയാണ്. എല്ലാ പ്രദേശത്തും ഏറ്റവും വലിയ പ്രശ്നം മാലിന്യമാണ്. ഇപ്പോൾ കുറേ കാലങ്ങളെ വേസ്റ്റ് നമ്മൾ കമ്പ്യൂട്ടർ മുതലായ സാധനങ്ങളെല്ലാം എവിടെ കൊണ്ടുപോയിടും. അതിലെല്ലാം തന്നെ വലിയ തോതിൽ ഇവിടെ മുന്നേറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചു. അങ്ങനെ നേട്ടങ്ങളുടെ കണക്ക് പറഞ്ഞിട്ടാണ് നമ്മൾ ജനങ്ങളുടെ ഇടയ്ക്ക് പോകുന്നത്. ജില്ലയിൽ ഗ്രാമാന്തരങ്ങളിൽ RJD മുന്നേറ്റത്തിന്റെ പാതയിലാണെന്നും നേതാക്കൾ പറഞ്ഞു. രാജ്യത്തിന്റെ ജനാധിപത്യ മതേതര മൂല്യങ്ങളും മഹത്തായ ഭരണഘടനയും സോഷ്യലിസ്റ്റ് ആശയങ്ങളും കാത്തുസൂക്ഷിക്കുന്നതിൽ ഒരിക്കൽ പോലും അടിപതറാതെ ധീരതയോടെ നയിക്കുന്ന നേതൃത്വമാണ് RJDയുടെ മുഖമുദ്രയെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു. ജില്ലാ കൺവെൻഷനിൽ ജില്ലാ നേതാക്കളായ MK ജോസഫ്, ജിൻസൺ വടകര, കൊച്ചറ മോഹൻ നായർ, വിൻസെന്റ് കട്ടിമറ്റം, ജോൺ തോട്ടം, സോമശേഖരൻ നായർ, തങ്ങൾകുട്ടി, ഡോക്ടർ ബിജു, ജോൺസൺ T ചാക്കോ, ഈസ, ബിജു തങ്കപ്പൻ, KK തങ്കപ്പൻ, ചാൾസ്, സുഭാഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി. അടിമാലി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി കത്തീഡ്രലിൽ 58ാമത് വാർഷിക പെരുന്നാളും വിശുദ്ധ ദൈവമാതാവിന്റെ സുനോറോ വണക്കവും പരിശുദ്ധ എൽദോമർ ബെസേലിയോസ് ബാവായുടെ ശ്രാദ്ധ പെരുന്നാളും നവംബർ 12, 13, 14 ബുധൻ, വ്യാഴം, വെള്ളി തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഡോക്ടർ ഏലിയാസ് മോർ അത്താനാസിയോസ്, മാത്യൂസ് മോർ അഫ്രൈം എന്നീ മെത്രാപ്പൊലീത്തമാർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. അടിമാലി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി കത്തീഡ്രലിൽ 58ാമത് വാർഷിക പെരുന്നാളും വിശുദ്ധ ദൈവമാതാവിന്റെ സുനോറോ വണക്കവും പരിശുദ്ധ എൽദോമോർ ബെസേലിയോസ് ബാവായുടെ ശ്രാദ്ധ പെരുന്നാളും നവംബർ മാസം 12, 13, 14 ബുധൻ, വ്യാഴം, വെള്ളി എന്നീ തീയതികളിൽ നടക്കും. ഡോക്ടർ ഏലിയാസ് മോർ അത്താനാസിയോസ്, മാത്യൂസ് മോർ അഫ്രൈം എന്നീ മെത്രാപ്പൊലീത്തമാരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് 3 ദിവസങ്ങളിലായി വാർഷിക പെരുന്നാൾ നടക്കുന്നത്. വാർഷിക പെരുന്നാളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി പള്ളി ഭാരവാഹികൾ അറിയിച്ചു. അടിമാലി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ 58ാമത് വാർഷിക പെരുന്നാൾ 2025 നവംബർ മാസം 12, 13, 14 ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ പൂർവാധികം ഭംഗിയോടെ നടത്തപ്പെടുവാൻ കർത്താവിൽ ആശ്രയിച്ച് ക്രമീകരിച്ചു വരികയാണ്. അങ്കമാലി ഭദ്രാസനത്തിൻ്റെ ഹൈറേഞ്ച് മേഖലയുടെ മെത്രാപ്പോലിത്തയായിരിക്കുന്ന അഭിവന്ദ്യ ഡോക്ടർ ഏലിയാസ് മോർ അത്താനാസിയോസ് തിരുമനസിൻ്റെയും അങ്കമാലി ഭദ്രാസനം പെരുമ്പാവൂർ മേഖല മെത്രാപ്പോലിത്തയായിരിക്കുന്ന അഭിവന്ദ്യ മാത്യൂസ് മോർ അഫ്രൈം തിരുമനസിൻ്റെയും കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്ന പെരുന്നാളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം
12-ാം തീയതി ബുധനാഴ്ച രാവിലെ 6:45 പ്രഭാത പ്രാർത്ഥന, തുടർന്ന് 7:30 നടക്കുന്ന വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് ഇടവകയിലെ വൈദികർ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് 9 കൊടിയേറ്റ്, വൈകിട്ട് 6:30 സന്ധ്യാപ്രാർത്ഥന എന്നിവ നടക്കും. തുടർന്ന് മതസൗഹാർദ്ദ സദ്യ നടക്കും. 13 വ്യാഴാഴ്ച രാവിലെ 7 പ്രഭാത പ്രാർത്ഥന, തുടർന്ന് 8 ഹൈറേഞ്ച് മേഖലാ മെത്രാപ്പോലീത്ത ഡോക്ടർ ഏലിയാസ് മോർ അത്താനാസിയോസ് മെത്രാപ്പോലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന നടക്കും. വൈകിട്ട് 5 ആഘോഷപൂർവ്വം മെമ്പൂട്ടിൽ നിന്നും പള്ളിസാധനങ്ങൾ പള്ളിയിലേക്ക് കൊണ്ടുവരുന്നു. തുടർന്ന് 5:30 മാത്യൂസ് മോർ അഫ്രൈം മെത്രാപ്പോലീത്തയുടെ നേതൃത്വത്തിൽ സന്ധ്യാപ്രാർത്ഥനയും പ്രസംഗവും നടക്കും. തുടർന്ന് വൈകിട്ട് 7 സൂനോറവണക്കം, പ്രദക്ഷിണം എന്നിവ നടക്കും. 52-ാം മൈൽ സെന്റ് മേരീസ് കുരിശുംതൊട്ടി, അടിമാലി ടൗൺ സെന്റ് ജോർജ് കുരിശുംതൊട്ടി, ലൈബ്രറി റോഡ് മോർ ഗ്രിഗോറിയോസ് കുരിശുംതൊട്ടി, പൂഞ്ഞാർക്കണ്ടം മോർ ബെസേലിയോസ് കുരിശുംതൊട്ടി എന്നിവയിലൂടെ കടന്ന് പ്രദക്ഷിണം തിരികെ പള്ളിയിൽ എത്തിച്ചേരും. തുടർന്ന് ആശീർവാദം, നേർച്ച സദ്യ, വാദ്യമേളം, കരിമരുന്ന് കലാപ്രകടനം എന്നിവ നടക്കും. പെരുന്നാളിന്റെ സമാപന ദിവസം 14-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 7:30 പ്രഭാത പ്രാർത്ഥന, തുടർന്ന് 8:30 പെരുമ്പാവൂർ മേഖലാ മെത്രാപ്പോലീത്ത മാത്യൂസ് മോർ അഫ്രൈം മെത്രാപ്പോലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന നടക്കും. തുടർന്ന് സുനോറവണക്കം, നെയ്യപ്പ നേർച്ച, പ്രദക്ഷിണം എന്നിവ നടക്കും. മന്നാങ്കാലം മോർ ബെസേലിയോസ് കുരിശുംതൊട്ടി, മൗണ്ട് സെഹിയോൻ, അരമനപ്പള്ളി, അടിമാലി ടൗൺ സെന്റ് ജോർജ് കുരിശുംതൊട്ടി എന്നിവയിലൂടെ പ്രദക്ഷിണം നടന്ന് തിരികെ പള്ളിയിൽ എത്തിച്ചേരും. തുടർന്ന് ആശീർവാദം, നേർച്ച സദ്യ, കൊടിയിറക്കോടുകൂടി 3 ദിവസങ്ങളിലായി നടക്കുന്ന പെരുന്നാളിന് സമാപനമാകും. വാർഷിക പെരുന്നാളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി പള്ളി വികാരി ഫാദർ എൽദോ വർഗീസ് ആരിപ്പള്ളിൽ, സഹവികാരി ഫാദർ ജോബിൻ മർക്കോസ് മൈലാത്തോട്ടത്തിൽ, മറ്റു പള്ളി ഭരണസമിതി അംഗങ്ങൾ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിന്റെയും ICDSന്റെയും നേതൃത്വത്തിൽ വാർഡ് തല ജാഗ്രതാ സമിതി അംഗങ്ങൾക്ക് വേണ്ടി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ വാർഡ് തല ജാഗ്രതാ സമിതി അംഗങ്ങൾക്ക് വേണ്ടി 2ാം ഘട്ട പരിശീലനവും വാർഡ് തല അവലോകനവുമാണ് നടന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മാറ്റി നിർത്തേണ്ട, നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ടായിട്ട് ചെയ്ത് നിന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമ്മുടെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങളെ ഏത് രീതിയിലാണ് പരിഹരിക്കാൻ പറ്റുന്നത് നമുക്കൊരു കൗൺസിലുണ്ട്. അപ്പോൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ ചെയ്യേണ്ടത്, എന്തൊക്കെയാണോ പറയേണ്ടതെന്ന് ഇതുവരെയും ഉള്ളത് പോരായ്മ കൂടാതെ പരിഹരിച്ചിട്ടുണ്ടെങ്കിലും ഇനിയും ഒരുപാട് പ്രശ്നങ്ങളെ നേരിടുന്ന ഒരു സാഹചര്യങ്ങളാണ് നമ്മളിപ്പോൾ നമ്മുടെ ഈ സമൂഹത്തിൽ. നല്ലൊരു പരിശീലനം, അല്ലെങ്കിൽ പരിശീലനം എന്നല്ല, നമുക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും അത് വേണ്ട രീതിയിൽ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നല്ലൊരു ക്ലാസ് മാത്രം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ അമ്പിളി ജോസഫ്, അഞ്ജുമോൾ ബിജു തുടങ്ങിയവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി മുക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോണി ചൊള്ളാമഠം, ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിൻഡോ വർഗീസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ഷേർലി ജോസഫ്, ചെറിയാൻ കട്ടക്കയം, MJ ജോൺ, ജോസ് തൈച്ചേരി, അജയൻ NR, ICDS സൂപ്പർവൈസർ ഡി മറിയാമ്മ, ബബിത KB തുടങ്ങിയവർ സംസാരിച്ചു. ജോളി കുരുവിള, ആൻസമ്മ മൈക്കിൾ, സെലിൻ AA, ആനിമോൾ MB തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. കട്ടപ്പനയിൽ ഹെയർ ഫോർ യു ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഹെയർ ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. തിളക്കം ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ IIBTയുടെ സഹകരണത്തോടെയാണ് ക്യാൻസർ രോഗികൾക്കായി ഹെയർ ഡൊണേഷൻ ക്യാമ്പ് നടത്തിയത്. ക്യാൻസർ ചികിത്സയുടെ ഭാഗമായുള്ള കീമോതെറാപ്പി മൂലം പലപ്പോഴും രോഗികൾക്ക് മുടി നഷ്ടപ്പെടാൻ കാരണമാകാറുണ്ട്. ശാരീരിക ബുദ്ധിമുട്ടുകൾക്കപ്പുറം ഈ മാറ്റം പലരിലും മാനസികമായി വലിയ വെല്ലുവിളി ഉയർത്തുന്നു. എന്നാൽ ഈ വേദനയുടെ ഘട്ടത്തിൽ അവർക്ക് ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ സഹായിക്കുന്നതാണ് വിഗുകൾ. ക്യാൻസർ രോഗികൾക്ക് വിഗ് നിർമ്മിക്കുവാനായി മുടി മുറിച്ച് നൽകുന്നവരുടെ കൂട്ടായ്മകൾ നിലവിൽ പലയിടങ്ങളിലുമുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ് ഹെയർ ഫോർ യു ചാരിറ്റബിൾ സൊസൈറ്റി. കട്ടപ്പന തിളക്കം ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ IIBT യുമായി ചേർന്നാണ് ഹെയർ ഡൊണേഷൻ ക്യാമ്പ് നടത്തിയത്. കട്ടപ്പന മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. KM മാണി മെമ്മോറിയൽ ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലെ ക്യാൻസർ രോഗവിദഗ്ധൻ ഡോക്ടർ ശബരിനാഥ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. മെർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികളായ ജോഷി കുട്ടട, സിജോ മോൻ ജോസ്, ബൈജു എബ്രഹാം, റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് ഡോക്ടർ വിനോദ് കുമാർ, ബീന ടോമി, അനിൽ, തിളക്കം ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ റിനു K രാജു, അനുപമ സോഫിയ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. അടിമാലി വൈസ്മെൻ ക്ലബിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ദന്തൽ അസോസിയേഷനുമായി സഹകരിച്ച് ഇടമലക്കുടി ട്രൈബൽ പബ്ലിക് ഹെൽത്ത് സെന്ററിൽ വെച്ച് ജനറൽ, ഗൈനക്കോളജി, ദന്തൽ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി മെഡിക്കൽ ക്യാമ്പ് നടന്നു. ട്രൈബൽ കുട്ടികളിലെ വർദ്ധിച്ച പുകയില ഉപഭോഗം കുറയ്ക്കുന്നതിനായി അടിമാലി ജനമൈത്രി എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സുജേഷ് കുമാർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു.
അടിമാലി വൈസ്മൻ ക്ലബിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ദന്തൽ അസോസിയേഷനുമായി സഹകരിച്ച് ഇടമലക്കുടി ട്രൈബൽ പബ്ലിക് ഹെൽത്ത് സെന്ററിൽ വെച്ച് ജനറൽ ഗൈനക്കോളജി ഡെന്റൽ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വെള്ളത്തവൽ SN ഹോസ്പിറ്റൽ, ഡോക്ടർ രാധാ റോയി, മാപ്പാനിക്കാട്ട് ദന്തൽ ക്ലിനിക് അടിമാലി, ഡോക്ടർ ഡെന്നീസ് മാത്യു പോൾ, സ്പെഷ്യലിസ്റ്റുകളായ ഡോക്ടർ രാഹുൽ സജീവ്, ഡോക്ടർ വിനീത് ജോൺ, ഡോക്ടർ സുബിൻ സാജു എന്നിവർ കൂടാതെ ഡോക്ടർ സഹേൽ രവീന്ദ്രൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ഇടമലക്കുടി നിവാസികൾക്ക് ദന്തൽ ക്ലിനിക് ആദ്യമായിട്ടാണ് ക്യാമ്പ് നടത്തുന്നതെന്നും ഇടമലക്കുടി PHC അധികൃതർ അറിയിച്ചു. ഓൾ കേരള ഡ്രഗ് ആൻഡ് കെമിസ്റ്റ് അസോസിയേഷൻ ജില്ലാ നേതൃത്വം രോഗികൾക്ക് മരുന്നുകൾ നൽകി. അടിമാലി സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ, എക്സലന്റ് മെഡിക്കൽസ് എന്നിവരുടെ ഏകോപനത്തിൽ പോലീസ് ജില്ലാ നേതൃത്വം, ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ ദേവികുളം, DFO മൂന്നാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ, ജനമൈത്രി എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്, ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസ്, ഇടമലക്കുടി പഞ്ചായത്ത് എന്നിവരുടെ അനുമതിയോടെ നടന്ന ക്യാമ്പ് കുടിനിവാസികൾക്കേറെ പ്രയോജനപ്രദമായി. ട്രൈബൽ കുട്ടികളിലെ വർദ്ധിച്ച പുകയില ഉപഭോഗം കുറയ്ക്കുന്നതിനായി അടിമാലി ജനമൈത്രി എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സുജേഷ് കുമാർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. സിവിൽ എക്സൈസ് ഓഫീസർ അനു PB ക്ലാസ് ഏകോപിപ്പിച്ചു. ദുർഘടപാതയിലൂടെയുള്ള യാത്രയ്ക്ക് ഫോറസ്റ്റ് ഗാർഡ്, തദ്ദേശവാസികളായ ഡ്രൈവർമാർ എന്നിവരുടെ നിർദ്ദേശങ്ങൾ ഉപയോഗപ്പെടുത്തി. ഡോക്ടർമാർ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് കുടിയിലെ വീടുകളിലും സന്ദർശനം നടത്തി. അടിമാലി വൈസ്മൻ ക്ലബ് പ്രസിഡന്റ് ജോൺസൺ ഐസക്, സെക്രട്ടറി ലൈജോ ജോസഫ്, മറ്റ് നേതാക്കളായ സുജിത് P. ഇലിയാസ്, പോൾ MA, എൽദോസ് MA, മിനിറ്റ്സ് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ, ജിഷ സുജിത്ത്, സാലി ബാബു, ലിങ്ക്സ് പ്രതിനിധികളായ സനി ജോൺസൺ, ക്രിസ് ജോൺസൺ, മെൽവിൻ സെബാസ്റ്റ്യൻ എന്നിവർ ക്യാമ്പിന് മേൽനോട്ടം വഹിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി. കട്ടപ്പന ലയൺസ് ക്ലബിന്റെ സേവന പ്രവർത്തനങ്ങളുടെയും ക്യാമ്പസ് ലിയോ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നടന്നു. ഡിസ്ട്രിക്ട് ഗവർണർ KB ഷൈൻകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കട്ടപ്പന ഡോൺ ബോസ്കോ സ്കൂളിൽ ജില്ലയിലെ ആദ്യ ക്യാമ്പസ് ലിയോ ക്ലബിന്റെ ഉദ്ഘാടനം ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ KB ഷൈൻകുമാർ നിർവഹിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ട അറിവുകൾ വ്യക്തമായി ഗുരുനാഥനിൽ നിന്നും വിദ്യാലയങ്ങളിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നുമൊക്കെ വലിയൊരു സ്രോതസ്സായി മനസ്സിൽ വയ്ക്കണം. അതിന് ഏറ്റവും വലുത് ബുക്ക് റീഡിംഗ് ആണ്. അത് ഏത് ഗ്രന്ഥങ്ങളും ആയിക്കോട്ടെ. ആരെയും വേദനിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കരുത്. എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക. ഒരു വിദ്യാലയത്തിൽ പഠിക്കുന്ന എല്ലാവരും ഒന്നാം റാങ്ക് മേടിക്കുന്നവരല്ല. റാങ്ക് ആൻഡ് ടൈറ്റിൽസ് ആർ ലിമിറ്റഡ് എന്ന് വെച്ച് ഒന്നാം റാങ്ക് മേടിച്ച ഒരാളും ചിലപ്പോൾ ഓടിയിട്ടുണ്ടാവാം. 100 മീറ്റർ ഓട്ടത്തിൽ ചിലപ്പോൾ വിദഗ്ധനായ ഒരാൾ ഈ വിദ്യാലയങ്ങളിലുണ്ടാവും. 100 വിദ്യാർത്ഥികൾ ക്ലബിൽ അംഗങ്ങളായി. യോഗത്തിൽ റിട്ടയർഡ് ഡ്രഗ് കൺട്രോൾ ഓഫീസർ MP ജോർജ് ലഹരിവിരുദ്ധ മാനസികാരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. തുടർന്ന് മജീഷ്യൻ ജോൺ മാമ്പള്ളി മാജിക് ഷോയും നടത്തി. തുടർന്ന് കട്ടപ്പന ഓസാനം സ്കൂളിൽ 87 കുട്ടികളുടെ ക്ലബ്ബും ഡിസ്ട്രിക്ട് ഗവർണർ ഉദ്ഘാടനം ചെയ്തു. ക്യാബിനറ്റ് സെക്രട്ടറി സജി ചമേലി, ക്യാബിനറ്റ് ട്രഷറർ വർഗീസ് ജോസഫ്, ചീഫ് PRO ജോർജ് തോമസ്, ഡിസ്ട്രിക്ട് പ്രോഗ്രാം സെക്രട്ടറിമാരായ വിനീത നിബു, ജോൺ മാമ്പള്ളി, MP ജോർജ്, KP വിനോദ്, വരുൺ, അശോക് മേനോൻ എന്നിവർ പങ്കെടുത്തു. ജബിൻ ജോസ്, ജോസഫ് ജോണി, MM ജോസഫ്, അമൽ മാത്യു, സന്തോഷ് ചാളനാട്, KC ജോസ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ഇടുക്കി ജില്ലയുടെ എവിടെ തിരിഞ്ഞു നോക്കിയാലും പാറകളും പാറക്കെട്ടുകളും കാണാം. എന്നാൽ നമ്മൾ കാണാൻ പോകുന്ന പാറയ്ക്ക് ഏറെ പ്രത്യേകതകളുണ്ട്. രാജകുമാരിയിലെ ഖജനാപ്പാറ എന്ന സ്ഥലത്തെ ഒരു പാറ വളർന്നുവെന്നാണ് ഇന്നാട്ടുകാർക്കിടയിലെ വിശ്വാസം. നിരപ്പായ ഒരു സ്ഥലത്ത് എങ്ങനെ ഇങ്ങനെയൊരു പാറ വന്നുവെന്ന് ഒറ്റനോട്ടത്തിലെ കൗതുകമുണ്ടാകും. 20 അടി ഉയരത്തിലും വീതിയിലും ഒറ്റയ്ക്കൊരു പാറ. നാട്ടിലെ ചൊല്ലു പലതാണ്. നാട്ടുകാരിൽ പലരും പറയുന്നു ഈ പാറ കാലങ്ങളായി വളരുന്നുവെന്ന്. ചിലർ പറയുന്നത് രാജവംശകാലത്തെ ഖജനാവ് സൂക്ഷിച്ച സ്ഥലത്താണ് പാറയുള്ളതെന്ന്. അവർ പറയുന്നത്, നമുക്ക് മുന്നോറുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പാണ്ഡവരുടെ കാലത്ത് ഭീമൻ ഈ കല്ലെടുത്ത് വച്ചു എന്നൊക്കെയാണ് ഒരു ഐതിഹ്യം പറയുന്നത്. അപ്പോൾ അത് ശരിയായിരിക്കും എന്നാണ് നമ്മളിപ്പോൾ എല്ലാവരും ജനങ്ങളെല്ലാം വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെച്ചപ്പോൾ അവർ പിന്നെ ഒരു ഇതുകൂടെ പറയുന്നുണ്ട്. ടിപ്പു സുൽത്താൻ്റെ കാലത്ത് ഈ പാണ്ഡ്യൻ മന്നനും അവരുമായിട്ട് ഒരു യുദ്ധങ്ങളൊക്കെ നടന്നു. അന്ന് ഈ വന്ന് ഒളിച്ചിരിക്കാൻ വേണ്ടി അവിടെ നിന്ന് വന്നപ്പോൾ ഈ മറയൂറിലാണ് അന്നത്തെ തമിഴ്നാട്ടുകാർ വന്ന് ഒളിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ വന്ന് ഇവിടെ താമസിച്ച് ഇവിടെയെല്ലാം നിൽക്കുമ്പോൾ ഈ രാജകുമാരി, അന്നത്തെ രാജകുമാരി വന്ന് ഇവിടെ താമസിക്കുന്ന പോലെയും, അതുപോലെ രാജാക്കാട്, അവരെല്ലാം രാജാക്കന്മാർ താമസിച്ചു. ഈ ഖജനാപ്പാറ എന്നുള്ളത്
അവരുടെ അന്നത്തെ സാമ്പത്തിക ഏർപ്പാട് ഇവിടെ വെച്ച് നടന്നു എന്നൊക്കെയാണ് നമുക്ക് മുന്നോട്ടുകൾ പറയുന്നത്. പതിറ്റാണ്ടുകളായി എന്നും കാണുന്ന ശിലയെ ആരാധിക്കുന്നവരും ഇവിടുണ്ട്. പ്രദേശത്തിന്റെ ആകെ ശക്തിയെന്ന് ചിലർ പറയുന്നു. അങ്ങനെയൊരു ദൈവീക സ്വഭാവവും പാറയ്ക്കുണ്ട്. ഇവിടെ ഈ കല്ല് ദൈവം പോലെ പൂജിക്കുന്നുണ്ട് ഈ മേഖലയിലുള്ള ആളുകൾ. ഇത് കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് സൺ ടി വിക്കാർ വന്നായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് സൺ ടി വിക്കാർ വന്ന് ഇത് എടുത്തുകൊണ്ട് പോയായിരുന്നു. അപ്പോൾ പോയിട്ട് അവർ പത്രത്തിൽ അതുപോലെ ചാനലിൽ കൂടി കൊടുത്തായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലാണ് ഈ കല്ലിൻ്റെ വളർച്ചയും. ഇവിടെ ഈ മേഖലയിലുള്ള ആളുകൾ കൈനാപ്പാറ മേഖലയിൽ പ്രത്യേകം ഈ കല്ല് ഭീമൻ കല്ല് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത ഈ കല്ലിന് ഉണ്ട്. ആളുകൾ ഇത് പൂജിക്കുന്നുണ്ട്. ഇതിൻ്റെ അടിയിൽ എന്തോ ഇത് ഉണ്ടെന്നാണ് ആളുകൾ ഇപ്പോഴും വിചാരിക്കുന്നത്. കഥകൾ പലതെങ്കിലും ഖജനാപാറയിലെ ഭീമൻ പാറയ്ക്ക് ചരിത്രമുണ്ടെന്ന് ഉറപ്പാണ്. പാറയുടെ മറുവശത്ത് അവ്യക്തമായ പഴയ ലിപികൾ കൊത്തിയിരിക്കുന്നത് കാണാം. 11-ാം നൂറ്റാണ്ടിലെ ചോള ശിലാശാസനമെന്നാണ് ചില പഠനങ്ങൾ പറയുന്നത്. ചോള വംശത്തിലെ ഭരണാധികാരിയായിരുന്ന രാജേന്ദ്ര ചോളയുടെ ഭരണത്തിന്റെ 10ാം വർഷത്തിലെ രാജശാസനമാണ് ഇവിടെയുള്ളതെന്നാണ് പുരാവസ്തു ഗവേഷകരുടെ കണ്ടെത്തൽ. മധ്യകേരളത്തിൽ കണ്ടെത്തിയ ചോളകാലത്തെ ആദ്യ ശാസനമാണ് ഖജനാപാറയിലേതെന്നാണ് പാറയുടെ മറ്റൊരു പ്രത്യേകത. ശാസനത്തിൽ രാജേന്ദ്ര ചോളന്റെ ഭരണ നേട്ടങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കേരള സർവകലാശാല പുരാവസ്തു പഠന വകുപ്പ് മുമ്പ് പഠനം നടത്തിയിരുന്നു. രാജപ്രമുഖരുടെ മരണവുമായി ബന്ധപ്പെട്ട് ശിലായുഗകാലത്ത് സ്ഥാപിച്ച സ്മാരകശിലയാണെന്നും സംശയിക്കപ്പെടുന്നു. പിന്നീട് ശാസനം കൊത്തിവെച്ചതാകാമെന്നാണ് പുരാവസ്തു വിദഗ്ധരുടെ നിഗമനം. ഇത്രയേറെ ഐതിഹ്യങ്ങളും ചരിത്രവും അവകാശപ്പെടുന്ന പാറ കാണാൻ നിരവധി ആളുകളാണ് ഖജനാപാറയിലെത്തുന്നത്. പാറയുടെ അടിഭാഗത്തെ മണ്ണ് കാലങ്ങൾ കൊണ്ട് നീങ്ങി പാറ വളർന്നുവെന്നാണ് വാസ്തവമെങ്കിലും ഈ വളരും പാറ ഖജനാപാറയിലെ ശ്രദ്ധാകേന്ദ്രമാണ്. ന്യൂസ് ബ്യൂറോ, രാജകുമാരി. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. ഒരു പവൻ സ്വർണത്തിന് 92,280 രൂപയും 1 ഗ്രാമിന് 11,535 രൂപയുമാണ് ഇന്നത്തെ വില. അതേസമയം വെള്ളി വിലയിൽ മാറ്റമില്ല. 100 രൂപയാണ് 1 ഗ്രാം വെള്ളിയുടെ ഇന്നത്തെ വില. ഇനി കമ്പോളം. കുരുമുളക് 674, ഏലം കൂടിയത് 2,790, ഏലം ശരാശരി 2,496, റബ്ബർ 180, ജാതി 380, ജാതിപത്രി 1,550, കാപ്പി 400, കൊക്കോ 400. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാഷ്ട്രീയ സാഹചര്യങ്ങളും തിരഞ്ഞെടുപ്പ് കണക്കുകളും പരിശോധിക്കുമ്പോൾ ഡിവിഷനുകൾ വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നുണ്ടെന്നും ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ. ഇന്ത്യയിൽ വലിയൊരു ശതമാനം ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പുറത്തുവരുന്നില്ലെന്നും ദേശീയ മാധ്യമങ്ങൾ അത് വാർത്തയാക്കുന്നില്ലെന്നും വിമർശനം. തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ കട്ടപ്പനയിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഒരു വിഭാഗം രംഗത്ത്. KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന വിഭാഗം നഗരസഭാ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ജില്ലാ നേതൃത്വത്തിനെതിരെ രംഗത്തെത്തി. നഗരസഭയിൽ 20 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്താനും തീരുമാനം. കട്ടപ്പനയിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടങ്ങിയിട്ടില്ലെന്ന് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സ്ത്രീ സംവരണ മണ്ഡലങ്ങൾ പ്രഖ്യാപിച്ചതോടെ ഇടുക്കി ജില്ലാ ആസ്ഥാനം പൂർണ്ണമായും വനിതകളുടെ ഭരണകേന്ദ്രമായി മാറുമെന്ന് റിപ്പോർട്ട്. ജില്ലാ പഞ്ചായത്തും ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലും വാഴത്തോപ്പ് പഞ്ചായത്തിലും പ്രസിഡന്റ് സ്ഥാനം സ്ത്രീ സംവരണമായി മാറിയതോടെ ജില്ലാ ആസ്ഥാനം വനിതകളുടെ അധീനതയിലായി. രാജാക്കാട് പഞ്ചായത്ത് ആര് ഭരിച്ചാലും ഓഫീസ് വാടക കെട്ടിടത്തിൽ തന്നെ. തിരഞ്ഞെടുപ്പ് പൂർത്തിയായി അടുത്ത ഭരണസമിതി അധികാരം ഏറ്റെടുത്താലും രാജാക്കാട് പഞ്ചായത്ത് ഓഫീസ് ഉടനൊന്നും വാടക കെട്ടിടത്തിൽ നിന്ന് മാറ്റാനാവില്ലെന്ന് ഉറപ്പായി. 40 വർഷം മുമ്പ് ആരംഭിച്ച പഞ്ചായത്ത് ഓഫീസ് നിർമ്മാണം ഇതുവരെ പൂർത്തിയായിട്ടില്ല. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതോടെ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്ന ഒരു പ്രാഥമികാരോഗ്യ കേന്ദ്രത്തെ ചൊല്ലി വിവാദം പുകയുന്നു. വിവാദത്തിനിടയാക്കിയത് കോൺഗ്രസ് വാർഡിൽ സ്ഥിതി ചെയ്തിരുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രം CPI വാർഡിലേക്ക് മാറ്റിയതിനെ തുടർന്ന് രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളുമായി പാർട്ടി പ്രവർത്തകരും രംഗത്ത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.